പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരം ഉയർത്തിയിട്ട് അതിനായിട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചല്ലോ. അതിനായിട്ട് കരം ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ പിതാവിന്, ഞങ്ങളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ പുലർത്തുന്ന കർത്താവിന് ആമേൻ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. ആമേൻ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് ഞങ്ങളുടെ സങ്കേതവും അങ്ങ് ഞങ്ങളുടെ കോട്ടയും അങ്ങ് ഞങ്ങളുടെ ശരണവുമാകിയാൽ സ്തോത്രം. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നലെ പകൽക്കാലം നടന്ന മീറ്റിംഗും അനുഗ്രഹമാക്കി തീർത്ത ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ ആമേൻ സ്തോത്രം പറയുന്നു. 146-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ കർത്താവിന് കീർത്തനം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയല്ലോ. സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം, അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് വാക്കുമാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കും. അവർ എല്ലാത്തിനകത്തും മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ എല്ലാ നിലയിലും മാനിഫെസ്റ്റഡ് ആകട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുപോട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ന്യൂ ബോൺ ബേബീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേൻ. ഈ പുതിയതായി ഈ ദിവസങ്ങളിൽ ജനിച്ച് അമേൻ സുഖമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേൽ, ന്യൂ ബോൺ ബേബീസിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. യെസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ, പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഞങ്ങളിപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ മുദ്രവെക്കുന്നു. കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നതിനെ സ്തോത്രം. അതുപോലെ ഫുഡ് പോയ്സണിങ്ങിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് ആമേൻ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഇപ്പോൾ തന്നെ ആ വയറിനകത്തുള്ള എല്ലാ പോയ്സണസും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം വരട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത അത്ഭുതകരമായ വിടുതലിന് നന്ദി പറയുന്നു. ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ അനുഗ്രഹിക്കുന്നു. അവർക്ക് അതിന്മേൽ അത്ഭുതകരമായ ഡെലിവറൻസ് കർത്താവ് കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്തു. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ഈ പ്രഭാതത്തിൽ ആമേൻ കോർട്ട് കേസുമായിട്ടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. ഒരിക്കലും പുറത്തു വരാൻ കഴിയാതെ ചില കേസ് പെട്ടുപോയിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവരെ അതിനകത്തുനിന്ന് യേശുവിൻ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. ആമേൻ. ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് 10th സ്റ്റുഡൻസിനായിട്ട് സ്തോത്രം, 12th സ്റ്റുഡൻസിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും ബുദ്ധിയും പരിജ്ഞാനവും കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകച്ചാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് അതിൽ പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ. ദൈവിക അത്ഭുതങ്ങൾ ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നടക്കുന്നതിനായിട്ട് ഞങ്ങൾ
സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ അവകാശങ്ങളിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് കയറ്റുന്ന ഒരു മീറ്റിംഗായി ഇന്നത്തെ മീറ്റിംഗ് തീരുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മറക്കരുത്, ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് കൃത്യം ഇന്ത്യൻ സമയം 9:30 തന്നെ ജോയിൻ ചെയ്യണം. എന്നിട്ട് കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. അതുപോലെ വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 8:15 സഭായോഗം ആരംഭിക്കും. ആ സഭായോഗത്തിൻ്റെ മധ്യേ നമ്മൾ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ബോർഡ് എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വേണം വരാൻ. ആമേൻ. ഓൺലൈനിലാണെങ്കിലും പങ്കെടുക്കുന്നവർ ആ സമയത്ത് കുഞ്ഞുങ്ങളെ ഓൺലൈനിൽ ഇരുത്തിയാൽ അത് അവർക്കൊരു അനുഗ്രഹമായിരിക്കും. കർത്താവ് കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അവിടെ ഇങ്ങനെ പറയുന്നത് അവസാനമായി ഫൈനലി ആമേൻ. സഹോദരന്മാരെ, നിങ്ങൾ ആരിൽ ശക്തിപ്പെടണം? ഈ ലോകത്തിൽ ഒന്നിലുമല്ല നമ്മൾ ശക്തിപ്പെടേണ്ടത്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും നന്മകൾ അല്ലെങ്കിൽ കർത്താവ് തന്നിരിക്കുന്നതായ സമ്പത്തിലോ അല്ലെങ്കിൽ കർത്താവ് തന്നിരിക്കുന്നതായ പദവികളിലോ അല്ല, ഈ ലോകത്തിലേതായ പദവികളിലോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലല്ല നമ്മൾ ശക്തിപ്പെടേണ്ടത്. നമ്മൾ ശക്തിപ്പെടേണ്ടത് എന്താണ്? കർത്താവായ യേശുവുമായുള്ള നിങ്ങളുടെ ജീവിത ഐക്യതയിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ ഒന്നായതിലൂടെ അമാനുഷികമായ ശക്തിയാൽ നിറയണം. അതായത് ക്രിസ്തുവേശു നമ്മുടെ ഉള്ളിൽ വന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. ആമേൻ. നമ്മളിലൂടെ ഒഴുകുന്നത് ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തിയാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ശക്തി അതിൽ വേണം നമ്മൾ ആശ്രയിക്കുവാൻ. അതിൽ മാത്രമേ നമ്മൾ ആശ്രയിക്കാവുള്ളൂ. ആമേൻ. ഇന്ന് ഈ പ്രഭാതി സന്ദേശം കേൾക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായിട്ട് നമ്മൾ സ്തോത്രം പറയണം. കൈ ഉയർത്തി പറ, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായിട്ട് സ്തോത്രം. എന്നിട്ട് ഈ ശക്തി ജ്വലിക്കുവാനുള്ള അടുത്തൊരു ഭാഗമാണ് ഈ ശക്തി. ആമേൻ. ആരുടെ മേലിറങ്ങി? ആമേൻ. കല്ലറയ്ക്കകത്ത് യേശു കല്ലറയ്ക്കകത്തിരിക്കുമ്പോൾ കല്ലറയിലിറങ്ങിയപ്പോൾ കല്ലറയ്ക്കകത്ത് എന്ത് സംഭവിച്ചു? ജീവൻ വ്യാപരിച്ചു. ആമേൻ. യേശുവിനെ ആമേൻ ക്രൂശിച്ചതിന് ശേഷം കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുമ്പോൾ ഇന്ന് എന്നിൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന ഈ ദൈവത്തിൻ്റെ അമാനുഷികമായ ശക്തി, അസാധാരണമായ ശക്തി കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചപ്പോൾ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ കാരണമായി. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം. പറഞ്ഞാണ്ട് ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഒരിക്കലൂടെ പറഞ്ഞ്, എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ശക്തി അവൻ യേശുവിനെ ഉയർപ്പിച്ച ശക്തിയാണ്. അപ്പോസ്തലന്മാരെ അസാധാരണക്കാരാക്കി തീർന്ന ശക്തിയാണ്. ഇന്ന് നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഒരു ബന്ധനങ്ങൾക്കും നമ്മളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമ്മൾ അതിനെ ജയിക്കും. അഭിഷേകത്തിൻ്റെ പുഷ്ടി നിമിത്തം പുഷ്ടി നിമിത്തം മുഖങ്ങൾ തകർന്നു പോകുന്നൊരു വാക്യമാണ്. അതായത് അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി പുറത്തുള്ള രോഗങ്ങളെ തകർത്ത് കളയും. പുറത്തുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനെയൊക്കെ തകർത്ത് കളയും. പക്ഷെ നമ്മളിത് വിശ്വസിക്കണം, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. നമ്മളെപ്പോഴും ശക്തി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ശക്തി തരണേ എന്നല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിക്കായിട്ട് നമ്മൾ സ്തോത്രം പറയുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി ജ്വലിക്കുവാൻ ഇടവരും. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടവരും. ആമേൻ. ഈ ശക്തി ശിംശോന്റെ മേൽ ഒരിക്കൽ വ്യാപരിച്ചപ്പോൾ ശിംശോൻ ഒരു സിംഹത്തെ എങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെ കീറിക്കളയുന്നത് പോലെ ശിംശോൻ ആട്ടിൻകുട്ടിയെ കീറിക്കളഞ്ഞു. ഈ ശക്തി ദാവീദിന്റെ മേൽ വ്യാപരിച്ചപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു, നിങ്ങളിലൂടെ ഒഴുകുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിലൂടെ അനേകരിലേക്ക് പകരപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശക്തി നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിങ്ങൾ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളെ ഒരു അത്ഭുതമാക്കി മാറ്റും. ആമേൻ. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളെ എന്താക്കി മാറ്റും? അത്ഭുതമാക്കി മാറ്റും. അത് ഈ പ്രഭാതി നമ്മൾ വിശ്വസിക്കണം. അത് ഈ പ്രഭാതി നമ്മൾ പ്രൊക്ലെയിം ചെയ്യണം. അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളെ എന്താക്കി മാറ്റും? ഒരത്ഭുതമാക്കി മാറ്റും. ഈ പ്രഭാതത്തിൽ ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.